സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവിക ഋഷിയോട് അമ്മയെ എവിടെയാണ് നീ കൊണ്ടേ ഒളിപ്പിച്ചിരിക്കുന്നത്, അമ്മയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം എന്ന് പറയുമ്പം ഋഷിയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി ദേവികയോട് പറയുന്നുണ്ട്, ദേവിക നീ എന്തൊക്കെയാണ് പറയണേ, ഋഷിക്ക് എങ്ങനെ അറിയാനാ, പ്രഭാവതിയുടെ മിസ്സിങ്ങിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല എന്ന്. അന്നേരം ദേവിക ദേഷ്യത്തോടു കൂടി ഋഷിയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവനക്ക് പങ്കുണ്ട്, ഇവനക്കറിയാം അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും ഇവനറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, മേഡത്തിനും അതിൽ പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ദേവിക നീ എന്തൊക്കെയാണ് പറയണേ, അങ്ങനെ ഋഷിക്ക് അതിൽ പങ്കൊന്നുമില്ല എന്ന് പറയുമ്പം ദേവിക തർപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, ഇവന് മാത്രമേ പങ്കുള്ളൂ, ഇവനൊക്കെ അറിയൂ അമ്മ എവിടെയാണ്, എന്തായാലും അമ്മയെ വിട്ടുകിട്ടാതെ ഞാനിവിടുന്ന് പോകില്ല, നീ പറയണ സത്യം ഇന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നു. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, എന്തൊക്കെ മണ്ടത്തരാ ദേവിക നീ പറയണേന്ന് ചോദിക്കുമ്പം ഞാനിവിടെ വന്നത് ഇപ്പോഴൊന്നും അല്ല മേഡം, വന്നിട്ട് അരമണിക്കൂറായി, വന്നപ്പോൾ മേഡം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ വേഗം മേഡത്തെ അന്വേഷിച്ച് മേളിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഋഷി ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടതാ, പ്രഭാവതി ഇനി നാളത്തെ പ്രഭാതം കാണില്ല, അവളെ ഇന്നത്തോടുകൂടി തീർക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാ. എന്തായാലും ഋഷി അറിയാതെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, മേഡം ഋഷിയോട് എത്രയും പെട്ടെന്ന് അമ്മയെ വിട്ടു തരാൻ പറ, ഇല്ലെങ്കിൽ സംഗതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവില്ല, എല്ലാ കാര്യങ്ങളും മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് പോകും. KDF-കാരെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേഡത്തിൻ്റെ ഈ വീട് പോലും ഇവിടെ ഉണ്ടാവില്ല. മേഡത്തിന് അറിയാലോ അവരുടെ സ്ഥാനാർത്ഥിനെയാണ് കാണാതായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ KDF-കാർ അടങ്ങിയിരിക്കുകയൊന്നുമില്ല. എന്തായാലും എൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഋഷി ഈ നിമിഷം എൻ്റെ അമ്മയെ വിട്ടയക്കണം, അമ്മയെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഋഷിയാണെന്നുള്ള സത്യം ഞാൻ ആരോടും പറയില്ല, ഋഷിയെ ഞാൻ രക്ഷിച്ചോളാം എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഋഷി ഇവള് പറയുന്നതെല്ലാം സത്യമാണോ, നീയാണോ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ തട്ടിക്കൊണ്ടുപോയെന്ന്. അത് കേട്ടതും അരുന്ധതി അവനെ തല്ലുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം, എന്തായാലും പ്രഭാവതിയുടെ മിസ്സിംഗ് കേസിൽ ഞാൻ നിരപരാധിയാണെന്നുള്ളത് എനിക്ക് തെളിയിച്ചേ പറ്റൂ, എത്രയും പെട്ടെന്ന് നീ അവരെ എവിടെയാണോ തടഞ്ഞു വച്ചിരിക്കുന്നത് അവിടെ നിന്ന് തുറന്നു വിടണമെന്ന്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് ദേവിക അരുന്ധതിയോട് പറയുന്നുണ്ട്, എന്തായാലും മേഡവും മേഡത്തിൻ്റെ മൗനും കൂടി എത്രയും പെട്ടെന്ന് അമ്മയെ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ എല്ലാം ഉത്തരവാദി മേഡവും ഋഷിയും മാത്രമായിരിക്കും, അതിലെനിക്കൊരു പങ്കും ഉണ്ടാവില്ല. എന്തായാലും ഞാനിപ്പോൾ പോവുക, 1 മണിക്കൂറിനുള്ളിൽ അമ്മ വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് മേഡത്തിന് ഊഹിക്കാൻ പോലും പറ്റില്ല കേട്ടോ എന്ന്. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവിക നേരെ പോകുന്നത് ഈ ഭാർഗവിയുടെ അടുത്തേക്കാണ്. ഭാർഗവി ദേവിയെ കണ്ടതും, എന്തായി ദേവിക നീ പോയി അരുന്ധതിയെ കണ്ടോയെന്ന് ചോദിക്കുമ്പം ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ആൻറ്റി പറഞ്ഞതെല്ലാം നേരായിരുന്നു, അരുന്ധതി മേഡവും ഋഷിയും കൂടി എന്നെ ചതിക്കുമായിരുന്നു, ശരിക്കും ഈ അരുന്ധതി മേഡം എനിക്ക് നന്ദുവിനും അവിടെ ജോലി തന്നത് തന്നെ അമ്മയോടുള്ള ശത്രുത കൊണ്ടാണ്, അമ്മയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിനു മുമ്പ് അമ്മ എന്നോട് പറഞ്ഞിരുന്നു, അരുന്ധതി നിന്നെ സംരക്ഷിക്കാനൊന്നുമല്ല എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയ സ്ഥാനാർത്ഥിയാക്കിയേക്കണേ, അതുകൊണ്ട് പിന്മാറണമെന്ന്. പക്ഷെ ഞാനന്നത് അത്ര കാര്യമാക്കിയില്ല, അമ്മയ്ക്ക് എന്നെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള പ്ലാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവരെ കാണാൻ പോയിട്ട് എന്തായി, പ്രഭുകുഞ്ഞ് എവിടെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം അമ്മ എവിടെയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അമ്മയെ തട്ടിക്കൊണ്ട് പോയത് ആരാന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആ സമയം ഭാർഗവി ചോദിക്കുന്നുണ്ട്, അരുന്ധതി അല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പം മേഡം അല്ല, മേഡത്തിൻ്റെ മകനാണ് അത് ചെയ്തേക്കണേ, ഇനി മേഡത്തിനും അതിൽ പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും ആൻറ്റി പറഞ്ഞതെല്ലാം സത്യ, മേഡം അതൊക്കെ എന്നോട് സമ്മതിച്ചു, അമ്മയോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് മേഡം ഇതൊക്കെ ചെയ്തതെന്ന്. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും പ്രഭകുഞ്ഞിനെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 1 മണിക്കൂർ സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ അമ്മ വീട്ടിലെത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും, പിന്നെ ബാക്കി കാര്യങ്ങൾ പോലീസും KDF-ഉം നോക്കിക്കോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ഋഷി പ്രഭകുഞ്ഞിനെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും സാധ്യതയില്ല ആൻറ്റി, എന്തായാലും കുറച്ച് സമയം നമുക്ക് നോക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെ നന്ദനെയും രജനീനെയും ഒക്കെയാണ്. നന്ദനും രജനിയും വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മയെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ VDF-കാർ തന്നെയായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു അല്പം സ്വസ്ഥത തരുമോ, എൻ്റെ ഭാര്യയെ കാണാതായിരിക്കുന്ന എനിക്കതിൽ വിഷമമുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് ഞാൻ മടുത്തു, വീട്ടിലുള്ളവർ
നാട്ടിലുള്ളവരും പാർട്ടിയിലുള്ളവരും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്നെ തന്നെയാണ്. ഞാൻ മനഃപൂർവ്വം പ്രഭാവതിയെ എവിടെയോ വിളിപ്പിച്ചേക്കും എന്നാണ് അവർ പറയണത്. ഇതെല്ലാം കേട്ട് എനിക്ക് എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ പ്രഭാവതി തിരിച്ചു വരുന്നത് വരെ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. അത്രയ്ക്കും ടെൻഷനുണ്ട് എനിക്കെന്ന് പറയുന്നു. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളുടെ വിഷമം പിന്നെ ആരോടാ ചോദിക്കണേ? ഇതിപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളായേ? അമ്മ അന്നേ പറഞ്ഞതാ ദേവികയോട് മത്സരിക്കരുതെന്ന്. അന്ന് അച്ഛനല്ലായിരുന്നോ വാശി ദേവികയെ മത്സരിപ്പിച്ചേ പറ്റൂന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയെ കാണാനുമില്ല, ആകെ തകർന്ന അവസ്ഥയിലുമായി എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പ്രഭയെക്കുറിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പ്രഭ എവിടെയാണെന്ന് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഗിരീശൻ വന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സാറ് സമാധാനമായിട്ടിരിക്കുക, ടെൻഷൻ കയറി സാറിന് വല്ല അസുഖം വന്നാൽ പിന്നെ മേഡത്തിൻ്റെ കാര്യം അന്വേഷിക്കണത് ആരാ? അതുകൊണ്ട് സാറൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ പ്രഭ തിരിച്ചു വരുന്നവരെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും എനിക്കിപ്പോൾ ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. ദേവിക വേഗം തന്നെ ഗിരീഷിനെയും നന്ദനെയും വിളിക്കുന്നുണ്ട്. ഗിരിയേട്ടനും നന്ദും എൻ്റെ കൂടെ ഒന്ന് വന്നേന്നും പറഞ്ഞ് വിളിച്ച് മേളിലോട്ട് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് നന്ദനും ഗിരിയും ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക, എന്തിനാണ് ഞങ്ങളെയും കൂടി വിളിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവി, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് നിലവിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അമ്മയെ ഒരാൾ തട്ടിക്കൊണ്ട് പോയേക്കണേ, അത് ആരാന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല നന്ദു കാര്യങ്ങൾ. അരുന്ധതി മേഡം അല്ലേ അമ്മയോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടുപേർക്കും അവരുടെ കമ്പനിയിൽ ജോലി തന്നത്. നമ്മൾ വെച്ച് അമ്മയെ തകർക്കുക എന്നുള്ളതായിരുന്നു അരുന്ധതിയുടെ ലക്ഷ്യം. അതിന് അമ്മയെ അവരാണ് തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പം അതെനിക്ക് ഉറപ്പില്ല. അവർ അമ്മയെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നാ, പക്ഷെ അമ്മയെ തട്ടിക്കൊണ്ട് പോയേക്കുന്നത് അവരുടെ മകൻ ഋഷിയാണ്. അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഇന്നെ ഭാർഗവി ആൻറ്റി കാണാൻ വന്നിരുന്നു. ഭാർഗവി ആൻറ്റി കാണാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അരുന്ധതി മേഡം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഋഷി ഇങ്ങനെ ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പ്രഭാവതി ഇനി നാളത്തെ പ്രഭാതം കാണരുതെന്ന്, അവരെ കൊന്നു കളയണമെന്ന് പറയണത് കേട്ടു. പിന്നീട് ഞാൻ ചോദ്യം ചെയ്തപ്പം മനസ്സിലായി ഋഷി അമ്മയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന്. ഞാൻ അവർക്ക് താക്കീത് കൊടുത്തിട്ടാണ് വന്നത്. 1 മണിക്കൂറിനുള്ളിൽ അമ്മ വീട്ടിലെത്തിയില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ ഊഹിക്കാൻ പോലും പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, ഋഷി അതിന് സുഖമില്ലാതിരിക്കണ പയ്യനല്ലേ, അവന് ഇതിനൊക്കെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല നന്ദു. എന്തായാലും അമ്മയ്ക്കും അരുന്ധതി മേഡത്തിനും തമ്മിൽ പഴയ എന്തോ ഒരു ശത്രുത കിടക്കുന്നുണ്ട്. ആ ശത്രുതയുടെ പേരിലാണ് മേഡം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ സമയത്ത് നന്ദു എന്തോ ഓർത്തതുപോലെ ദേവികയോട് പറയുന്നുണ്ട്, അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ആ അരുന്ധതി നമ്മളുടെ കുടുംബം തകർക്കാനാണ് നോക്കണേന്ന്. അന്ന് ഞാനത് അംഗീകരിച്ചില്ല. അമ്മയോട് ഞാൻ ഒരുപാട് മേഡത്തിന് വേണ്ടി തർക്കിക്കുകയും ചെയ്തു. മേഡം വളരെ നല്ലൊരു സ്ത്രീയാണ്, അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ വിശ്വാസം ഇപ്പോൾ അരുന്ധതിനെയാണല്ലേ, അവൾ അതനുസരിച്ച് നിങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ടാവും എന്ന് പറയുകയും ചെയ്തു. അമ്മ പറഞ്ഞത് ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു, ഇനി മേഡത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കണം. ഇപ്പം നമ്മളിത് പോലീസിൽ അറിയിച്ചാൽ ചിലപ്പോൾ മേഡത്തിൻ്റെ ജീവന് തന്നെ അത് ആപത്താവും. എന്തായാലും ഋഷിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ഋഷിയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ഋഷി നീ എന്തൊക്കെയാണ് കാണിക്കണത്? ഇതിപ്പം KDFകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടും കമ്പനിയും ഓഫീസും എല്ലാം അവർ തകർത്ത് കളയും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പ്രഭാവതിയെ മോചിപ്പിക്കണമെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ആ പ്രഭാവതി ഒരിക്കലും മത്സരിക്കാനും പാടില്ല, ഈ പ്രാവശ്യം ഇവിടെ MLA ആവാനും പാടില്ല. അവർ MLA ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കണേലും ഒരർത്ഥവും ഇല്ല അമ്മേ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രഭാവതിയെ പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും. പ്രഭാവതി MLA ആവാതിരിക്കാനുള്ള പണികളൊക്കെ അമ്മ നോക്കിക്കോളാന്ന്. ഇതേ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഈ പ്രസിഡന്റിനോടും മന്ത്രിനോടൊക്കെ പറയുന്നുണ്ട്, ഇതിലെന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. മിക്കവാറും സിദ്ധാർത്ഥ തന്നെയായിരിക്കും പ്രഭാവതിയെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലാതെ VDFകാരും ഇങ്ങനെ ചെയ്യൂല, അല്ലെങ്കിൽ പിന്നെ KDFൻ്റെ ആൾക്കാരായിരിക്കും എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സിദ്ധാർത്ഥനെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്,
ത്യാഗരാജൻ ഇപ്പോഴല്ലേ പാർട്ടിയിൽ വന്നത്. സിദ്ധാർത്ഥൻ ചെറുപ്പം മുതലേ പാർട്ടിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സിദ്ധാർത്ഥനെ ഈ കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പം ത്യാഗരാജനൊന്ന് ഞെട്ടുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, പ്രസിഡന്റ് ഇനിയിപ്പോൾ എന്നെയാണോ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ തന്നെയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ശത്രുതയുള്ളവരാരെങ്കിലും ആയിരിക്കും എന്നല്ലേ പറഞ്ഞതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ്. പ്രഭാവതിയാണെങ്കിൽ കസേരയിൽ കെട്ടിയിട്ട ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. പ്രഭാവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഋഷി പ്രഭാവതിയെ കൊല്ലൂ എന്നുള്ള കാര്യം പ്രഭാവതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഋഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഋഷി വന്നതും പ്രഭാവതി പറയുന്നുണ്ട്, ഋഷി എന്നെ വെറുതെ വിടണം, ഉപദ്രവിക്കരുതെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കരുതെന്നോ, എൻ്റെ ജീവിതം തകർത്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടണമെന്നാണോ നിങ്ങൾ പറയണത്? അതൊക്കെ വെറൊരു തെറ്റിദ്ധാരണ ഋഷി, ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിങ്ങൾ ചെയ്യാഞ്ഞിട്ടാണോ നിങ്ങളെന്നെ വണ്ടി ഇടിപ്പിച്ചത്? എന്തായാലും ഇനി നിങ്ങൾ ഈ ലോകത്ത് വേണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇനി MLA ആവണമെന്നല്ലേ ആഗ്രഹം, അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഋഷി ഒരു കത്തി കയ്യിലോട്ട് എടുക്കുന്നുണ്ട്. അത് കണ്ടതും പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഋഷി തന്നെ കൊല്ലാൻ പോവാന്ന്. അങ്ങനെ ഭയന്ന് പറിച്ച് പ്രഭാവതി ഇരിക്കുമ്പം നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഋഷി 5, 4 എന്നും പറഞ്ഞിങ്ങനെ എണ്ണിയിട്ട് ആ കത്തി പ്രഭാവതിയുടെ കഴുത്തിൽ വയ്ക്കുന്നുണ്ട്. കഴുത്തിൽ കത്തി വെച്ചതും പ്രഭാവതി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ഋഷി 3, 2, 1 എണ്ണിയിട്ട് ഒരൊറ്റ വലി കത്തി വലിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി വിചാരിക്കുന്നത് മരിക്കുവാന്ന് തന്നെയാണ്. പക്ഷെ അടുത്ത സെക്കൻഡിൽ പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് കത്തി കഴുത്തിലൊന്നും മുട്ടിയിട്ടില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ എന്താ പ്രൊഫസർ പ്രഭാവതി എന്നും ചോദിച്ച് അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. അത് കണ്ടതും പ്രഭാവതി പേടിയോട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.